എല്ലാവർക്കും നമസ്കാരം. മുല്ലപ്പൂക്കൾ ചൂടി വരുന്ന പെൺകുട്ടികളെ തടയുന്ന ഒരു ക്ഷേത്രമുണ്ട്. സുഗന്ധം വരുന്ന പൂക്കളൊന്നും തന്നെ പൂജയ്ക്കെടുക്കാത്തൊരു ക്ഷേത്രം. കൊമ്പനാനയെ എഴുന്നള്ളിക്കാത്ത ക്ഷേത്രം. എന്തിന്? കല്യാണം വരെ ഈ ക്ഷേത്രത്തിൽ നടക്കാറില്ല. ഇവിടത്തെ ഭഗവതിക്ക് ഇതൊന്നും ഇഷ്ടമില്ലത്രേ. ഇതിപ്പോൾ ഏതാ ഇങ്ങനെ ഒരു ക്ഷേത്രം എന്നായിരിക്കും. ഇരിങ്ങൂൽക്കാവ് 50 ഏക്കറോളം കവിഞ്ഞു കിടക്കുന്ന കാടിന് നടുവിൽ പ്രകൃതിയോട് അലിഞ്ഞു ചേർന്നിരിക്കുന്ന കന്യകയായ ഭഗവതി. ഇവിടെ മുളയ്ക്കുന്ന സകല ചെടികളും മരങ്ങളും ദേവന്മാരും ഗന്ധർവന്മാരുമാണത്രേ. അതുകൊണ്ട് തന്നെ ഈ മരങ്ങളൊന്നും മുറിക്കാനോ വീണ മരങ്ങൾ എടുത്തു മാറ്റാനോ പാടുള്ളതല്ല. പണ്ട് നമ്മുടെ കംസൻ കൃഷ്ണന് പകരം കൊല്ലാനെടുത്ത ആ പെൺകുഞ്ഞില്ലേ, നമ്മുടെ കണ്ണന് പകരം വസുദേവൻ കൊണ്ടുവന്ന ആ പെൺകുഞ്ഞ് മായാഭഗവതി, ഭുവനേശ്വരി, ഭൂമി ദേവത, അതായത് വിഷ്ണുമായ. മായാഭഗവതി കംസന്റെ കയ്യിൽ നിന്നും പറന്ന് ആകാശത്ത് ഒരു നക്ഷത്രമായിട്ട് തിളങ്ങി. ആ ഭഗവതി വന്നിരുന്ന സ്ഥലമാണ് ഈ ക്ഷേത്രം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നതെന്ന ഇവിടുത്തെ ഐതിഹ്യം. പണ്ട് ഇരുന്നൂൽക്കാവ് എന്നായിരുന്നു, പിന്നീട് ഇരിങ്ങൂൽക്കാവായി മാറിയതാണ്